എജൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സെൽ തിയറിയെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. സെൽ തിയറി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സെൽ തിയറി എന്ന് വെച്ചാൽ എന്താ? രണ്ട് പോയിന്റ്സാ പഠിക്കുന്നത്. അതായത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓക്കെ, അപ്പോ സെൽ തിയറിയിൽ നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവനുള്ളവയും കോശങ്ങളാൽ നിർമ്മിതമാണ്. സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സെൽ തിയറി എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, ഈ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആരൊക്കെയാണ്? സെൽ തിയറി കൊണ്ടുവന്നത് MJ സ്ലീഡൻ അല്ലെങ്കിൽ മാത്തിയാസ് സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? സെൽ തിയറി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആരൊക്കെയാണ്? അത് MJ സ്ലീഡനും പിന്നെ ആരാണ്? അത് തിയോഡർ ഷ്വാനാണ്. MJ സ്ലീഡന്റെ ഫുൾ ഫോം എന്താണടാ? മാത്തിയാസ് സ്ലീഡൻ എന്നാണ്. ഓക്കെ, MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? സെൽ തിയറി. അപ്പം സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ചെയ്തത് ആരാണ്? അത് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ്. ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ MJ സ്ലീഡൻ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബൊട്ടാനിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇദ്ദേഹം കുറെ പ്ലാന്റ്സിനെ ഒബ്സർവ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓക്കെ, അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്ലാന്റ് സെല്ല് കണ്ടുപിടിച്ചത് ആരായിരുന്നു? മാത്തിയാസ് സ്ലീഡൻ ആണ്, MJ സ്ലീഡൻ ആണ്. അപ്പോ MJ സ്ലീഡൻ കുറെ പ്ലാന്റ്സിനെ എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്യുകയും അതിൽ നിന്ന് അദ്ദേഹം എന്ത് മനസ്സിലാക്കി? ഈ പ്ലാന്റ്സിന്റെ ബോഡി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. നമ്മൾ പറയാറുണ്ട് ഡിസ്കവേർഡ് പ്ലാന്റ് സെൽ എന്ന് പറയാം. സസ്യകോശം കണ്ടുപിടിച്ചു എന്ന് നമുക്ക് പറയാം. അതേ സമയം തന്നെ നമ്മുടെ തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് അദ്ദേഹം കുറെ ആനിമൽ സെൽസിനെ കുറിച്ച് പഠിച്ചു. അതായത് ആനിമൽസിന്റെ ബോഡി പഠിച്ചപ്പോ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ആനിമൽസിന്റെ ബോഡി എന്തുകൊണ്ട് നിർമ്മിതമാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ്. മാത്രമല്ല അദ്ദേഹം അവിടെ ഒരു കാര്യം കൂടെ കണ്ടെത്തി. എന്തായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്? അദ്ദേഹം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽ സെൽസിനെ കുറിച്ച് പഠിച്ചു. മാത്രമല്ല ഒരു കാര്യം കൂടെ ചെയ്തു. ഹി റിപ്പോർട്ടഡ് ദാറ്റ് സെൽസ് ഹാഡ് എ തിൻ ഔട്ടർ ലെയർ that is called plasma membrane. അപ്പോ ആനിമൽസിന്റെ ബോഡി എന്തുകൊണ്ട് നിർമ്മിതമാണ്? സെല്ല് കൊണ്ട് നിർമ്മിതമാണ്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതായത് ഇവർക്ക് ഒരു ഔട്ടർ ലെയർ ഉണ്ട്. അതായത് ആനിമൽ സെൽസില് ഒരു ഔട്ടർ ലെയർ ഉണ്ട്. ആ ലെയറിന് പറയുന്ന പേര് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ ചെയ്തു. എന്താണ്? അദ്ദേഹം എന്ത് ചെയ്തു? ആനിമൽ സെൽസ്, അതായത് പലതരത്തിലുള്ള ആനിമൽ സെൽസിനെ എന്ത് ചെയ്തു? അദ്ദേഹം ഒബ്സർവ് ചെയ്ത് പഠിച്ചു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? MJ സ്ലീഡൻ പറഞ്ഞതുപോലെ തന്നെ ജന്തുക്കളുടെ ശരീരവും എന്താണ്? കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. എന്നിട്ട് ഒരു കാര്യം കൂടെ കണ്ടെത്തി. എന്താ പ്രത്യേകത? അദ്ദേഹം കണ്ട കാര്യം, ഒന്ന്, സെൽസ് ഹാഡ് എ തിൻ ഔട്ടർ ലെയർ ദാറ്റ് ഈസ് കാൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോ പ്ലാസ്മ മെംബ്രെയിൻ ആനിമൽസിന്റെ ബോഡിയിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? അത് തിയോഡർ ഷ്വാൻ ആണ്. അപ്പോ പ്ലാന്റ് സെല്ല് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ പഠിക്കുന്നത് ആരെയാണ്? MJ സ്ലീഡനെയും. ആനിമൽ സെല്ല് പ്ലസ് ഏതാ? പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ ആരെയാ പഠിക്കുന്നത്? തിയോഡർ ഷ്വാനുമാണ്. ക്ലിയർ ആയല്ലോ? ഇവർ രണ്ടുപേരും കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് എന്തായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്? സെൽ തിയറി ആയിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഈ MJ സ്ലീഡൻ പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പഠിക്കുകയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ല് കൊണ്ടാണ് പ്ലാന്റ്സിന്റെ ബോഡി കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. തിയോഡർ ഷ്വാൻ ആണെങ്കിൽ ആനിമൽ സെൽസിനെ ഒബ്സർവ് ചെയ്തിട്ട് അതെന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ്. മാത്രമല്ല ഈ സെൽസിൽ ഒരു തിൻ ഔട്ടർ ലെയർ ആയ
പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അവരുടെ ഈ കണ്ടുപിടുത്തങ്ങൾ, ഇവര് കണ്ടുപിടിച്ച കാര്യങ്ങള് എല്ലാം ചേർത്തിട്ടാണ് അവരെന്ത് ചെയ്തത്? സെൽ തിയറി ആയിട്ട് അവരെ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഈ സെൽ തിയറിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിനകത്ത് ന്യൂ സെൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറയാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോ ഇതെല്ലാ കാര്യങ്ങൾ കണ്ടുപിടിച്ചു എങ്കിലും പുതിയ സെല്ല് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ആർക്ക് പറയാൻ സാധിച്ചില്ല? MG സ്ലീഡനും തിയോഡർ ഷ്വാനും സാധിച്ചില്ല. MG സ്ലീഡനും തിയോഡർ ഷ്വാനും ഒരു ന്യൂ സെല്ല് അല്ലെങ്കിൽ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് മാറി. അപ്പൊ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോ വേറൊരാൾ മുന്നോട്ട് വന്നു. ആരായിരുന്നു? റുഡോൾഫ് വിർഷോ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സെൽ തിയറി മോഡിഫൈ ചെയ്തു. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് ആരാ വന്നത്? റുഡോൾഫ് വിർഷോയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സെൽ തിയറി അദ്ദേഹം മോഡിഫൈ ചെയ്തു. ഓക്കെ, അദ്ദേഹം ചെയ്തത്, ഇദ്ദേഹം സെൽസുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലായി? കോശങ്ങള് വിഭജിക്കും എന്ന് മനസ്സിലാക്കി. അപ്പോ റുഡോൾഫ് വിർഷോ എന്ത് ചെയ്തു? സെൽ തിയറി പരിഷ്കരിച്ചു, മോഡിഫൈ ചെയ്തു. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്ത കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, അദ്ദേഹം ഡിവൈഡിങ് സെൽസിനെ ഒബ്സർവ് ചെയ്തു. അപ്പം എന്ത് മനസ്സിലാക്കി? കോശങ്ങൾ വിഭജിക്കും എന്ന് മനസ്സിലാക്കി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായത് പുതിയ കോശങ്ങൾ എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, അതായത് മുൻപ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നതെന്ന് ആര് കണ്ടുപിടിച്ചു? റുഡോൾഫ് വിർഷോ കണ്ടുപിടിച്ചു. അപ്പൊ ഓർമ്മിക്കുക, ഒരു സെൽ തിയറി കൊണ്ടുവന്നത് ആരായിരുന്നു? MG സ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. പക്ഷേ ആ സെൽ തിയറിക്ക് ഉണ്ടായ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ന്യൂ സെൽസ് എങ്ങനെ ഫോം ചെയ്യും എന്ന് പറയാൻ MG സ്ലീഡനും തിയോഡർ ഷ്വാനും സാധിച്ചില്ല. അത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആര് വരുന്നത്? റുഡോൾഫ് വിർഷോ വരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചു, സെൽ തിയറി മോഡിഫൈ ചെയ്തു. എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തത്, കോശങ്ങളെ നിരീക്ഷിച്ചപ്പോൾ അവ വിഭജിക്കും എന്ന് മനസ്സിലാക്കി. എന്ത് ചെയ്തു? സെൽസ് ഡിവൈഡ് ചെയ്യും എന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി അതുപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം കണ്ടെത്തിയ കാര്യം, പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, അതായത് നേരത്തെ ഉള്ള കോശങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂ സെൽസ് ഫോം ചെയ്യുന്നതെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ MG സ്ലീഡന്റെയും തിയോഡർ ഷ്വാന്റെയും സെൽ തിയറിയും റുഡോൾഫ് വിർഷോയുടെ പുതിയ മോഡിഫിക്കേഷൻസും ചേർത്ത് ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് സെൽ തിയറി പഠിക്കുന്നത്. എങ്ങനെയാണ്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ഓക്കെ, എല്ലാ ജീവികളുടെ ശരീരം എങ്ങനെയാണ്? കോശങ്ങളോ സെൽ പ്രോഡക്ട്സോ കൊണ്ട് നിർമ്മിതമാണ്. രണ്ടാമതായിട്ട്, ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. എല്ലാ കോശങ്ങളും എവിടെ നിന്നാ ഫോം ചെയ്യുന്നത്? മുൻപ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഇതാണ് സെൽ തിയറി പറയുന്നത്. ഇനി എല്ലാ ജീവികൾക്കും സെൽ തിയറി ബാധകമാണ് അല്ലെ? നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ 5 കിങ്ഡംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? RH വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് എല്ലാ ജീവനുള്ളവയും നമ്മൾ 5 കിങ്ഡം ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സെൽ തിയറി ബാധകമല്ലാത്തത് ആർക്കെന്ന് ചോദിച്ചാൽ അത് വൈറസ് ആണ്. ഓർമ്മിച്ചോളണേ. കാരണം വൈറസ് എന്തല്ല? ഒരു നോർമൽ ലിവിങ് സെൽ അല്ല. അതുകൊണ്ട് സെൽ തിയറി ആരെ ബാധിക്കുന്നേ ഇല്ല? വൈറസിനെ ബാധിക്കാറേ ഇല്ല. ഓക്കെ ആണല്ലോ? ഇപ്പൊ സെൽ തിയറി എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ബാധകമാണ്. പക്ഷേ എക്സെപ്റ്റ് ആരാണ്? വൈറസസ് ആണ്. കാരണം വൈറസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ കാണപ്പെടുന്ന DNA അല്ലെങ്കിൽ RNA കളെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു
സിംഗിൾ സെൽ പോലും അല്ല. അപ്പൊ അതുകൊണ്ട് സെൽ തിയറി ആരെ ബാധിക്കുന്നില്ല? വൈറസിനെ ബാധിക്കുന്ന കാര്യം അല്ല. ഓക്കെ ആണല്ലോ.